കേരളത്തിൻ്റെ ഒരു വാണിജ്യ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റർപ്രണേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റീറ്റെയിൽ സെല്ലേഴ്സ് ഉണ്ട്. ഈ ആമസോൺ പോലെയുള്ള ടീമുകൾ വരുമ്പോൾ ഇവർക്കാണ് ഏറ്റവും പേടി. കാരണം ഇവരുടെ ഒരു സ്പേസ് ഇവിടെ നിന്ന് ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ഡൗട്ട് അവർക്ക് വരും. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കും സത്യത്തിൽ ഈ എൻ്റർപ്രണേഴ്സിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ആമസോൺ വഴിക്ക് സെല്ല് ചെയ്യാനുള്ളൊരു ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാധ്യതയെ പറ്റി പലർക്കും അറിയില്ല. എൻ്റെ സ്വന്തം ബ്രാൻഡല്ല, ഞാൻ വേറൊരാളുടെ ബ്രാൻഡ് എടുത്ത് വെക്കുന്നതിന് റീസെല്ലിംഗ് ആണല്ലോ നമ്മൾ പറയുക. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എക്സിസ്റ്റിംഗ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അത് കൂടാതെ ഓൾറെഡി മാനുഫാക്ചറിങ് ചെയ്ത് പക്ഷേ ആമസോണിൽ ഇല്ലാത്ത ആൾക്കാരുടെ പ്രൊഡക്റ്റ് മേടിച്ച് അവരുടെ ബ്രാൻഡിൽ അവരുടെ ഓതറൈസേഷൻ മേടിച്ച് അവർ അങ്ങനെ റീസെൽ ചെയ്യാൻ പറ്റും. ആദ്യ സെഗ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഓൾറെഡി നല്ല സെയിൽസ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ മേടിച്ച് നിങ്ങൾ അതിനെ റീസെൽ ചെയ്യുന്നു. ഇതിൽ പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പം അതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂടി നിങ്ങൾ വിൽക്കുന്നു. അതായത് സാധാരണ ഒരു ബിസ്ക്കറ്റ്, ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ് ഏത് ബേക്കറിക്കാരോ അല്ലെങ്കിൽ സാധാരണ ഷോപ്പുകാരും വിൽക്കുന്ന പോലെ ആമസോണിൽ നിങ്ങളും വിൽക്കുന്നു. ഇതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. ASIന് നിങ്ങൾ അവരുടെ ഇൻവോയ്സും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓതറൈസേഷൻ കിട്ടും, നിങ്ങൾക്കത് വിൽക്കാൻ പറ്റും. അതിൻ്റെ നെഗറ്റീവ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് ഒന്ന് മാർജിൻസ് കുറവായിരിക്കും, രണ്ട് കോമ്പറ്റീഷൻ കൂടുതലുണ്ടാവും. എക്സിസ്റ്റിംഗ് ലിസ്റ്റിംഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് റീസെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺട്രിബ്യൂഷൻ ഇല്ല. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു മാർക്കറ്റിംഗ് കോൺട്രിബ്യൂഷൻ ഇല്ല, നിങ്ങൾ സെല്ലിംഗ് കോൺട്രിബ്യൂഷനേ ഉള്ളൂ. ഐദർ നിങ്ങൾക്ക് അവിടെ പ്രൈസ് വെച്ചിട്ട്, അതായത് മറ്റവൻ 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഞാൻ 99 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ കുറച്ച് നിങ്ങൾക്ക് വിറ്റ് നിങ്ങൾക്കൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റും. ആ മാർക്കറ്റ് പ്ലേസിൽ നിങ്ങളുടെ സ്റ്റോറിലേക്ക് ട്രാഫിക് വരാനുള്ളൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റും. കോവിഡ് കാലത്ത് ഞാൻ ഹിമാലയയുടെ പ്രൊഡക്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ മറ്റുള്ള ബിസിനസ്സുകളുടെ ഫ്ലോ കുറഞ്ഞ കാരണമുണ്ട്, സസ്റ്റൈനബിലിറ്റിക്ക്. ആ സമയത്ത് ധാരാളം സെല്ലേഴ്സ് ഇല്ലാത്ത കാരണമുണ്ട് നന്നായിട്ട് പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ബാക്കി എല്ലാവരും തുറന്നപ്പം അതിൽ കോമ്പറ്റീഷൻ വന്നു. നാച്ചുറലി എനിക്ക് ലാഭം കുറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ കട്ട് ഡൗൺ ചെയ്തു. പക്ഷേ അതിനുള്ളിൽ എൻ്റെ സ്റ്റോറിലേക്ക് ട്രാഫിക് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് അവിടെ പുതിയ ബ്രാൻഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എളുപ്പമായി. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗീതാസിനെ പോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരുടെ ഇ-കൊമേഴ്സ് ഇതിനുള്ള അപ്രൂവൽ മേടിച്ച് അവരുടെ ബ്രാൻഡ് യൂസ് ചെയ്യാനുള്ള അപ്രൂവൽ മേടിച്ച് എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ആമസോണിൽ. അവിടെ എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ഞാൻ റീസെല്ലറാണ്, പക്ഷേ എനിക്ക് എൻ്റെ മാർക്കറ്റിംഗ് കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യാൻ പറ്റും. എനിക്കൊരു ഫിക്സഡ് മാർജിൻസ് അപ്പോൾ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റീസെല്ലിങ്ങിൽ നിങ്ങൾക്ക് ജനറിക്കായിട്ട് പോകുന്ന പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കാം, പക്ഷേ അവിടെ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റേത് നിങ്ങൾക്ക് റീസെല്ലിങ്ങിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ശതമാനം മാനുഫാക്ചറിങ് കമ്പനികൾ കേരളത്തിലുള്ളവർ സെല്ലിങ്ങിൻ്റെ തലവേദന ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നല്ല മാർജിൻസ് നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് അതിലൊരു മോണോപോളി പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മാർക്കറ്റ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഇഫ് യു ഹാവ് ആൻ ഐഡിയ, കുറച്ച് സമയം നിങ്ങൾക്ക് ഉണ്ട് ചിലവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു റീസെല്ലിംഗ് ഒരു നല്ലൊരു കാര്യമാണ്.